ഹായ് നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ എക്സാമിങ് എത്തിയില്ലേ? അപ്പോൾ എക്സാം അടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ഏതൊക്കെ ചാപ്റ്ററാണ്, ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മുടെ എക്സാമിന് വരിക എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 7ൻ്റെ മക്കൾക്ക് മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ഏതൊക്കെ പാഠങ്ങളാണ് എക്സാമിന് എന്ത് ചെയ്യുക, എക്സാമിന് നമുക്ക് ഉണ്ടാവുക എന്നാണ് മക്കളെ. രണ്ടാമത്തെ യൂണിറ്റിന്റെ പേരെന്താ? സ്നേഹസുന്ദര പാതയിലൂടെ. പാതയിലൂടെ എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം ഫാത്തിമ തുരുത്ത് എന്നുള്ള മനോഹരമായ കവിതയാണ്. കവിത എഴുതിയിരിക്കുന്നത് കുരീപ്പുഴ ശ്രീകുമാറാണ്. മലയാളത്തിലെ മഹാനായ കവിയാണ് അല്ലേ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഫാത്തിമ തുരുത്ത് എന്നുള്ള കവിതയാണ് ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫാത്തിമ തുരുത്ത് എന്താണ്? ഒരു കവിതയാണ്. അത് എഴുതിയത് കുരീപ്പുഴ ശ്രീകുമാറാണ്. അടുത്തതായി കാട് ആരത് എന്ന് പറയുന്ന ഒരു ഗോത്ര കവിത നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ ഗോത്രഭാഷയിലും അതുപോലെ തന്നെ മലയാളത്തിലും എഴുതിയിരിക്കുന്നില്ലേ. ഒരു പേജിൽ തന്നെ ഇടതുഭാഗത്ത് ഗോത്രഭാഷയിൽ എഴുതിയ കാട് ആരത് എന്നുള്ള കവിത, വലതുഭാഗത്ത് കാട് ആരുടേതാണ് എന്നുള്ള കവിത. ഇതാരാണ്? പ്രശാന്ത് ചെന്തളമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അപ്പൊ കാട് ആരത് എന്നുള്ളത് ഒരു ഗോത്ര കവിതയാണ്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ കവിതയും എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കണം. നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തതായി ഒരു കഥയാണ്, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം. ഇതൊരു കഥയാണ്. കഥ എഴുതിയിരിക്കുന്നത് അക്ബർ കക്കട്ടിലാണ്. മലയാളത്തിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. അധ്യാപക കഥകളിലൂടെ ഒക്കെ പ്രശസ്തനായ ഒരു അധ്യാപകനാണ് അക്ബർ കക്കട്ടിൽ. എൻ്റെ നാട്ടുകാരനാണ്, വടകരക്കടുത്ത് കക്കട്ടിലാണ് സ്വദേശം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള കുറേ തമാശയൊക്കെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ കാണുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നുള്ള കഥ. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം. അതിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതയുണ്ട്. ഓരോ കഥാപാത്രങ്ങൾ നിശ്ചിത സ്വഭാവമുണ്ട്. കഥാപാത്രങ്ങൾക്ക് പ്രത്യേകതയുള്ള കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം. അതൊന്ത് ചെയ്യുക, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പം 3 പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ എന്നുള്ള യൂണിറ്റ് നിർബന്ധമായിട്ടും വായിക്കണം. അതോടൊപ്പം അതിൻ്റെ തൊട്ട് പുറകെയുള്ള യൂണിറ്റ് കൂടി എന്ത് ചെയ്യുക, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഒരു പ്രാവശ്യം വായിക്കുക. ചോദിക്കാൻ സാധ്യതയില്ല എങ്കിലും ഒന്ന് വായിച്ച് എക്സാമിനേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ മക്കളെ, ഈ യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? കഥാപാത്ര നിരൂപണം നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. വാഗ്മയം പ്രതീക്ഷിക്കാം, അനുഭവക്കുറിപ്പുകൾ പ്രതീക്ഷിക്കാം, വിശകലനക്കുറിപ്പുകൾ, ജീവചരിത്രക്കുറിപ്പ്, കത്ത്, അഭിപ്രായക്കുറിപ്പ്, പോസ്റ്റർ, സംഭാഷണം, ആസ്വാദനക്കുറിപ്പ്, ഉപന്യാസം, ദൃക്സാക്ഷി വിവരണം, നിവേദനം തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് ഈ യൂണിറ്റിന്റെ ഭാഗമായി നിർബന്ധമായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പരിശീലിക്കണം. ആ ചോദ്യങ്ങളൊക്കെ ആയിട്ട് മാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരും. യൂണിറ്റിന്റെ സമഗ്രമായി നമ്മൾ എന്ത് ചെയ്യും, സംസാരിക്കും. ഇനി യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, പറയും. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ പറയും. ഇതൊക്കെ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും നൽകും. അപ്പം മക്കളെ, നിങ്ങൾ ചെയ്യാനുള്ളത് 1 ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. 2 ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ക്ലാസ് 7ൻ്റെ മക്കൾക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഡെയിലി പ്ലാൻസ്, നോട്ട്, ക്വസ്റ്റ്യൻ ബോൾസ്, ഇമ്പോർട്ടൻ്റ് ലൈവ് ലിങ്കുകൾ. ഇതൊക്കെ കിട്ടുന്ന ലൈവ് ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ്. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൂടി എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തിട്ട് ആ മുഴുവൻ വീഡിയോ കാണുന്ന മക്കളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ആനുവൽ എക്സാം എടുക്കാൻ വേണ്ടി പോവാണ്. ഒരു വലിയ കടമ്പ ആനുവൽ എക്സാം വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകണം. അതിനുവേണ്ടി ഇതുവരെ പഠിച്ച മുഴുവൻ ചാപ്റ്റേഴ്സും, ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സും അതിൻ്റെ റിവിഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഒരു അടിപൊളി ബാച്ച് എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സൂപ്പർ ബൂസ്റ്റർ ബാച്ചിലെ സൂപ്പർ ആയിട്ടുള്ള ഒരു ബാച്ചാണ് സൂപ്പർ ബൂസ്റ്റർ ബാച്ചാണ്. ആ ബാച്ചിലേക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി കൂടി എന്ത് ചെയ്യുക, ഈ അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ മക്കൾക്കും നല്ല കോൺഫിഡൻസ് ആയി മലയാളം എഴുതാൻ വേണ്ടി എജുപോർട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് എഴുതാം.